Good evening, students. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ട വീഡിയോൻ്റെ സൈസിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഓരോ ക്ലാസ്സുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് കണ്ടിന്യൂവസും ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസും ആണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയാം. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ vector A. It's a vector quantity and it is related to magnetic field in this manner. Vector B is equal to del cross A. That means the curl of magnetic vector potential is the magnetic flux density vector B. So ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. ഞാൻ ജസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ്റെ കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ വി. ഇറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി ആൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് വി എബവ് ഇസ് ഈക്വൽ ടു വി ബിലോ. എബവ് ബിലോ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സർഫസിന് മുകളിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലും സർഫസിന് തൊട്ട് താഴെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ മൈനസ് ഡെൽ ബി. സോ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്: ഇ എബവ് മൈനസ് ഇ ബിലോ is equal to sigma by epsilon 0 n cap. So you substitute for E as del V, so that is equal to del V above minus del V below is equal to minus sigma by epsilon 0 n cap. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ ഈ ഇക്വേഷനിൽ സപ്പോസ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ നമ്മൾ എൻ ക്യാപ്പ് കൊണ്ട് രണ്ട് സൈഡിലും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡെൽ വി എബവ് ഡോട്ട് എൻ ക്യാപ്പ് മൈനസ് del V below dot n cap is equal to minus sigma by epsilon 0. del V above dot n എന്ന് പറയുന്നത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ നോർമൽ ഡയറക്ഷനിലുള്ള സർഫസിന് നോർമൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം: ഡോ വി എബവ് പാർഷ്യൽ ഡി ബൈ വി ഡോ എൻ മൈനസ് ഡോ വി ബിലോ ഡോ എൻ ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷനാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രസൻറ്റ് ചെയ്തതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂവസ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വിൽ ബി ഡിസ്കണ്ടിന്യൂവസ്. ഇതാണ് നമുക്ക് ഇത് ഈ രീതിയിൽ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷനിൽ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. So we know
we are going to derive the boundary condition for vector potential. Vector B is equal to del cross A. So, as already discussed, you consider a surface with the surface current density vector K. Then above and then below and represent here. So, we know closed surface integral B dot dA is equal to 0. This we already magnetostatics. So you substitute for B, then you can write closed surface integral del cross A dot dA is equal to 0. നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുടെ കേൾ അതിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ 0 ആണെന്ന് നമ്മൾ എഴുതിയത്. Then you can apply the famous Stokes theorem. So by applying Stokes theorem, surface integral del cross A dot dA is equal to line integral A dot dl. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തു. ആ സർഫസിലെ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് ലൂപ്പിൽ എ ഡോട്ട് ഡി എൽ വിൽ ബി 0. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇങ്ങനൊരു സർഫസ്, ആ സർഫസിൽ നമ്മൾ ഒരു സർഫസിന് താഴെ മുകളിലുമായിട്ട് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ് എ ബി സി ഡി. എന്നിട്ട് എ ഡോട്ട് ഡി എൽ റെപ്രസെൻ്റ് ചെയ്യാണ്. എ ഡോട്ട് ഡി എൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ എ ബി എന്ന് പറയുന്ന സർഫസിന് മുകളിലും സി ഡി എന്ന് പറയുന്ന സർഫസിന് താഴെയാണ്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എ ബി എ ഡോട്ട് ഡി എൽ പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ബി സി ബി ഡോട്ട് ഡി എൽ എ ഡോട്ട് ഡി എൽ പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ സി ഡി എ ഡോട്ട് ഡി എൽ പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഡി എ എ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്മോൾ ആണ് കൺസിഡർ ചെയ്യുന്നത്, ടെൻസ് ടു 0. സോ നിങ്ങൾക്ക് ബി സിയും ഡി എയും 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇത് രണ്ടും മാത്രമായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ റൈറ്റ് ലൈൻ ഇൻ്റഗ്രൽ എ ബി എ ഡോട്ട് ഡി എൽ. ഡി എൽ ഈ ഡയറക്ഷനാണെന്ന് വിചാരിക്കാം. ഇവിടെ ഡി എൽ ഈ ഡയറക്ഷനും ഇവിടെ ഡി എൽ ഈ ഡയറക്ഷനുമാണ്. സോ എയുടെ ഡയറക്ഷൻ സപ്പോസ് എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ആയിരിക്കും. ആ ഡയറക്ഷൻ്റെ ഇപ്പോൾ എ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. എയുടെ ഡയറക്ഷൻ അതിൻ്റെ സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻറ്റ് ഡി എല്ലിന് പാരലായിട്ടുള്ള കമ്പോണൻറ്റ് നമുക്ക് എ പാരലൽ എബവ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ എ പാരലൽ ബിലോ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ എ പാരലൽ ബിലോ ഇങ്ങനെയും വരും. അതായത് ഡി എല്ലിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഇൻ ജനറൽ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ മറ്റേതൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ പാരലൽ എബവ് ഇൻറ്റു എൽ മൈനസ് എ പാരലൽ ബിലോ ഇൻറ്റു എൽ is equal to 0. So you can write A parallel above is equal to A parallel below. So magnetic vector potential tangential component എന്ന് പറയുന്നത് it is continuous. ഇനി
അടുത്തത് ഇതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് എങ്ങനെ പോകുന്നു എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യു അഗെയിൻ കൺസിഡർ എ സർഫസ് ആൻഡ് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഒരു ഗോസിയൻ പിൽ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ഗോസിയൻ പിൽ ബോക്സ് താഴത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റ് റെപ്രസെൻ്റ് ചെയ്തപ്പോൾ എ എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ കേൾ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ആണ്. നമുക്കറിയാം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ കേളും ഡൈവർജൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ കേൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡൈവർജൻസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. യു ക്യാൻ ആർബിട്രലി ചൂസ് ആസ് del dot A is equal to 0. That means divergence of a vector field, vector potential can be set as 0. Okay. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൽ ഡോട്ട് എ 0 ആണെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടൗ ഇസ് ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടൗ 0 ആണെങ്കിൽ യു അപ്ലൈ Gauss's divergence theorem. Gauss's divergence theorem. So, volume integral del dot A d tau is equal to surface integral A dot dA. This is the relation. So, surface integral A dot dA. Already നിങ്ങൾക്ക് അറിയാം del dot A 0 ആണ്. So, surface integral A dot dA can be set as 0 if del dot A is equal to 0. So, you apply this condition to a surface. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. ആ സർഫസിൻ്റെ സർഫസിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മുകളിലും താഴെയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പിൽ ബോക്സ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എ ഡോട്ട് ഡി എ സി കൊണ്ട് 0 കൊടുക്കുക. ഈ സർഫസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സൈഡ് സർഫസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 0 ഓർ നെഗ്ലിജിബിളി സ്മോൾ. തിക്നെസ് ഈസ് സ്മോൾ. സോ യു ക്യാൻ നെഗ്ലക്ട് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ സൈഡ് സർഫസ് and you can consider only the contribution from upper surface. ഇവിടെ ഡി എ ഇങ്ങനെയും ബോട്ടം സർഫസിൽ ഡി എ താഴത്തേക്ക് വയ്ക്കും. സോ എ ഡോട്ട് ഡി എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനറലി ഇങ്ങനെ എഴുതാം: എ പെർപെൻഡിക്കുലർ എബവ് ഇൻറ്റു ഡി എ മൈനസ് എ പെർപെൻഡിക്കുലർ ബിലോ ഡി എ integrate here is equal to 0 എന്ന് എഴുതാം. That means a perpendicular above is equal to a perpendicular below. ഇതിലെ 2-3 സ്റ്റെപ്പുകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ മാക്സിമം നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് ഇൻ ജനറൽ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും പാരലൽ കമ്പോണൻറ്റും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് A above is equal to A below. That means magnetic vector potential is continuous
across a surface. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ഈ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ടറി കണ്ടീഷൻ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൗണ്ടറി കണ്ടീഷൻ 4 നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഡോ എ എബവ് ബൈ ഡോ എൻ മൈനസ് ഡോ എ ബിലോ ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 കെ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷൻ. സോ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി നോ ബി എബവ് വെക്റ്റർ ബി എബവ് മൈനസ് വെക്റ്റർ ബി ബിലോ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു വെക്റ്റർ കെ ക്രോസ് എൻ. നമ്മൾ ഓൾറെഡി ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്. ആ സർഫസ് കറന്റ് ഡെൻസിറ്റി വെക്റ്റർ കെ ആണ്. അപ്പോൾ ഇത് എബവ്, ഇത് ബിലോ. ഇവിടെയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഇതിൽ ബി അബവ് മൈനസ് ബി ബിലോ നമുക്കറിയാം. പക്ഷേ വി നോ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ. നമുക്ക് ഡിറ്റർമിനന്റ് ഫോമിൽ ഒരു ഇങ്ങനെ എഴുതാം. ഡിറ്റർമിനന്റ് ഐ ജെ കെ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് പാർഷ്യൽ ഡി ബൈ ഡി വൈ പാർഷ്യൽ ഡി ബൈ ഡി സെറ്റ് ആൻഡ് ax ay az. ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഡെൽ ക്രോസിനെ എക്സ്പാൻഡ് ചെയ്യും. ഡെൽ ക്രോസിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Vector B is equal to unit vector I into dou AZ by dou AZ by dou Y minus dou AY by dou Z plus J dou AX by dou Z minus dou AZ by dou X plus unit vector K dou AY by dou X dou AY by dou X minus dou AX by dou Y. This is the relation. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഇങ്ങനൊരു സർഫസാണ്. ഇത് Y ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് സെഡ് ഡയറക്ഷൻ. ഈ സെഡ് ഡയറക്ഷനെ വേണമെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ എൻ ക്യാപ് എന്നും റെപ്രസെൻറ്റ് ചെയ്യും. സോ സെഡ് ക്യാപ് ആൻഡ് എൻ ക്യാപ് ആർ സെയിം.
y is this direction. So the surface is lying on an xy plane and surface current density vector k is in the direction of y cap. Clear? So ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ നോർമൽ കമ്പോണൻറ്റ് വെക്റ്റർ പൊട്ടൻഷ്യൽ നമ്മൾ ഡോ എ സെഡ് എ എക്സ് എ വൈ എ സെഡ് ഉണ്ട്. ഇങ്ങനൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിൻ്റെ ഡോ എ ബൈ ഡോ എക്സും ഡോ എ ബൈ ഡോ വൈ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള എയുടെ ഡെറിവേറ്റീവിൻ്റെ കമ്പോണൻറ്റ്, എക്സ് വൈ ഡയറക്ഷനിലുള്ള വിത്ത് റെസ്പെക്ട് ടു വൈ ഉള്ള എയുടെ കമ്പോണൻറ്റ്, ഇത് രണ്ടുമാണ്. ഈ രണ്ട് കമ്പോണൻറ്റുകളും എബോവും ബിലോവും, അതായത് സർഫസിന് മുകളിലും സർഫസിന് താഴെയും സെയിം ആയിരിക്കും. ഒരു വട്ടം കൂടി ആവർത്തിക്കാം. ഈ സർഫസിൻ്റെ എയുടെ കമ്പോണൻറ്റ്, എനി കമ്പോണൻറ്റ് with respect to, if you take the a value, it may be ax, ay or az, with respect to x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്പോണൻറ്റും വിത്ത് റെസ്പെക്ട് ടു y എടുക്കുന്ന കമ്പോണൻറ്റും സർഫസിന് മുകളിലും താഴെയും. കാരണം എന്താ വെച്ചാൽ ഇവിടെ സർഫസിന് മുകളിൽ എന്ന് പറഞ്ഞാൽ എൻ ക്യാപ്പാണ്, അതായത് സെഡ് ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. സർഫസിന് താഴെ എന്ന് പറയുമ്പോൾ എക്സും വൈയിലും വ്യത്യാസം വരുന്നില്ല. എ എബോവ് ഇസ് ഈക്വൽ ടു എ ബിലോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സർഫസിന് പാരലായിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് കമ്പോണൻറ്റുകൾ മാറുന്നില്ല. സോ ഡോ എ ബൈ ഡോ എക്സും ഡോ എ ബൈ ഡോ വൈയും ഇതായിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. 0 അല്ല, സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബി എഴുതിയിട്ടുണ്ട്. നമുക്കിത് കമ്പൈൻ ചെയ്യുമ്പോൾ ബി എബവ് മൈനസ് ബി ബിലോ എഴുതാം. ബി എബവ് മൈനസ് ബി ബിലോ, അതായത് സർഫസിന് മുകളിലും താഴെയും ഈ ബീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ടേക്ക് ദീസ് ഈ ക്വാണ്ടിറ്റീസ്, അതായത് നമ്മൾ ഡോ ഫസ്റ്റ് ടേമിൽ ഡോ എ സെഡ് ബൈ ഡോ വൈ, ഡോ എ എക്സ് എ സെഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എ വൈ ബൈ ഡോ എക്സ് ആൻഡ് ഡോ എ എക്സ് ബൈ ഡോ വൈ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അതായത് ബി അബോവ് മൈനസ് ബി ബിലോ എഴുതുമ്പോൾ ഇരു കമ്പോണൻറ്റുകൾ സെയിം വാല്യൂ വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പോൾ റിമൈനിങ് ടേം എന്ന് പറയുന്നത്, ഇത് 2-3 സ്റ്റെപ്പുകൾ എഴുതേണ്ട ഒരു ഡെറിവേഷനാണ്. റിമൈനിങ് ടേം എന്ന് പറയുമ്പോൾ ബി എബോവ് മൈനസ് ബി ബിലോ എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ് unit vector I cap minus dou A y above by dou z. അതേപോലെ തന്നെ ബി ബിലോ വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ ആ നെഗറ്റീവും കൂടി പ്ലസ് ആവും. ഡോ എ വൈ ബിലോ ബൈ ഡോ സെറ്റ് എന്നൊരു ടൈം വരും. പ്ലസ് ജെ ഇൻറ്റു ഡോ എ എക്സ് എബവ് ബൈ ഡോ സെറ്റ് മൈനസ് ബിലോയിലെ ടൈം വരുമ്പോൾ ഡോ എ എക്സ് ബിലോ ബൈ ഡോ സെറ്റ്. ഈ ടേം രണ്ടിലും ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് കെയുടെ കമ്പോണൻറ്റ് ഉണ്ടാവില്ല, ഐയുടെയും ജെയുടെയും കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ബി എബോവ് മൈനസ് ബി ബിലോ. ദിസ് ടേം ഈസ് ഈക്വൽ ടു mu 0 into k ക്രോസ് n cap. എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾക്കറിയാം കെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്.
എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കെ, എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ കെ ക്രോസ് എൻ ക്യാപ്പ് എഴുതുമ്പോൾ ജെ ക്രോസ് കെ എന്നുള്ള റെപ്രസെൻറ്റേഷൻ വരും. ജെ ക്രോസ് കെ എന്ന് പറയുമ്പോൾ ഐ, ജെ ക്രോസ് കെ ഐ ആണ്. അപ്പോൾ നമുക്ക് ഐ എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലായിരിക്കും മ്യൂ സീറോ കെ ക്രോസ് എൻ വരിക. മ്യൂ സീറോ കെ ക്രോസ് എന്നിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ്, അതിൻ്റെ എഴുതുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, മ്യൂ സീറോ കെ ഇൻറ്റു ഐ ക്യാപ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ ബി അബവ് മൈനസ് ബി ബിലോ is equal to I into dou A by dou Z above plus dou AY by dou Z, dou AY below by dou Z plus J into dou AX above by dou Z minus dou AX below by dou Z is equal to mu 0 into K into I cap. Equation number A എന്നിട്ട് represent ചെയ്യും. Clear? So ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. So in general you can write I. ഇപ്പോൾ നമ്മൾ നോക്കുക ഈ ഇക്വേഷൻ നമ്പർ എയുടെ ആർ എച്ച് എസിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ്. എൽ എച്ച് എസിൽ ഐ പ്ലസ് ജെ ഉണ്ട്, ഐയുടെ ടൈമുണ്ട് ജെയുടെ ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ടിൽ ആർ എച്ച് എസിൽ ഐ മാത്രം ഉള്ളത് കൊണ്ട് യു ക്യാൻ ടേക്ക് ദിസ് ആസ് സീറോ. സീറോ ആയിട്ട് എടുക്കാം. സോ ഇൻ ജനറൽ യു ക്യാൻ റൈറ്റ് ഡോ എ വൈ മൈനസ് ഡോ എ വൈ എബവ് ബൈ ഡോ സെഡ് എന്നുള്ളതിന് പകരം ഞാൻ ഡോ എൻ എഴുതാൻ പോണ്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് ഡോ എ വൈ ബിലോ ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ കെ എന്ന് പറയും. സോറി, ദിസ് ഇസ് പ്ലസ്. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡോ എ ബൈ ഡോ എൻ എബവ്, ആ വൈ എന്നുള്ളത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഡോ എ ബൈ ഡോ എ ബിലോ ബൈ ഡോ എൻ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ സീറോ കെ. ഇതിപ്പോൾ വൈ കമ്പോണൻറ്റിനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തത്. എക്സ് കമ്പോണൻറ്റിനും സെഡ് കമ്പോണൻറ്റിനും ഒക്കെ എക്സ് കമ്പോണൻറ്റിനും ഈ രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റും. സോ ഇൻ ജനറൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 4 ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 4 ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ, എല്ലാ ബൗണ്ടറി കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 2 ബൗണ്ടറി കണ്ടീഷനും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ 2 ബൗണ്ടറി കണ്ടീഷനും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.